ചങ്ങായിമാരെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അൻസാർ ഉസ്താദ് ചെയ്ത ഒരു വീഡിയോയെ കുറിച്ചും പിന്നെ നമ്മളെ മിലിറ്ററി പാചകക്കാരൻ രവിമേശ്വരി ഇല്ലേ രവിമേശ്വരിയെ കുറിച്ചുമാണ്. രവിമേശ്വരിയോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞത്, നിങ്ങളുണ്ടല്ലോ ഒരു പട്ടാളക്കാരനായി ഇരിക്കുന്നിടത്തോളം കാലം ഉണ്ടല്ല നമ്മൾ നിങ്ങളെ നല്ലോണം ബഹുമാനിക്കും. പക്ഷെ നിങ്ങളൊരു സംഖ്യ ആയി കഴിഞ്ഞാൽ സംഖ്യക്ക് വേണ്ടിയുണ്ടല്ല നാണവും മാനവും ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ വേണ്ടി വന്നാല് പിന്നീടല്ല ഒരു ഇന്ത്യൻ പൗരനുണ്ടല്ല നിങ്ങൾ ബഹുമാനിക്കൂല. അങ്ങനെയുള്ള ഒരാളെയുണ്ടല്ല ബഹുമാനിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടല്ല ഒരു നിയമവും ഇല്ല. എന്താണ് നമ്മൾ രവിമേശ്വരിയുടെ കാര്യം ഉണ്ടല്ല നമുക്ക് രണ്ടാമത് പറയാം. ആദ്യം തന്നെ ഉണ്ടല്ല നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല നിങ്ങളെ സംഖ്യയുടെ കുരുപൊട്ടിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് നമുക്ക് അൻസാരി ഉസ്താദ് സംഖ്യയുടെ കുരുപൊട്ടിച്ച ആ വീഡിയോ നമുക്ക് കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. എടാ മക്കളെ, ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ വെറും പുലിയല്ലടാ, പുപ്പുലി പെൺപുലി. നമ്മുടെ നാട്ടിൽ പെൺപുലി എന്ന് പറഞ്ഞാരാ? ഇത്തിരി ഇല്ലാത്ത തുണി കൊണ്ട് മൂടും മുഞ്ഞി മറക്കാനുള്ള അവകാശത്തിന് വേണ്ടി വെറുതെ തർക്കിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ വന്ന് പരസ്പരം ചുംബിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളുകൾ. അതുമല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുരുഷാധിപത്യം എന്ന് പറഞ്ഞ് വെറുതെ ഞെളിയാൻ നടക്കുന്ന ആള്. അതൊന്നുമല്ല. സ്വന്തം നിലപാട് നിർഭയത്വത്തോടു കൂടി ആരുടെ മുമ്പിലും തുറന്നു പറയാനുള്ള ആ മനസ്ഥിതിയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അതാണ് പെൺപുലി. വിസ്മയ മോഹൻലാൽ ബിഗ് സല്യൂട്ട്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരം അതിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുമ്പോൾ ലാലേട്ടന്റെ മകളായതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ വന്നിട്ട് പറഞ്ഞു, ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത്, ജനാധിപത്യ വ്യവസ്ഥയിൽ, ജനാധിപത്യ വിശ്വാസികളാൽ അവർ വോട്ട് ചെയ്തിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്ത് വോട്ടർമാര് തന്നെ അവരിലെ വിദ്യാർത്ഥി സമൂഹം, യുവസമൂഹം അവരുടെ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തുന്ന സമരത്തെ ഈ രൂപത്തിലാണോ അടിച്ചമർത്തുന്ന ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. പിന്നെ ദാ കിടക്കുന്ന ചട്ടികലവും മോഹൻലാലിന്റെ അച്ഛന്റെ 10 തലമുറനെ വരെ തന്തക്ക് വിളിയും തലവടിയും പൂരത്തെറി. ലാലേട്ടന്റെ വിസ്മയ മോഹൻലാലിന്റെ മാത്രം അക്കൗണ്ടിലല്ല, ലാലേട്ടന്റെ അക്കൗണ്ടിലും തെറിവിളിയുടെ പൂരം. ലാലേട്ടൻ ആ എമ്പുരാൻ കഴിഞ്ഞൊന്ന് സമാധാനത്തെ വന്നത് ഇപ്പൊ അദ്ദേഹത്തിന് വീണ്ടും ഇനിയിപ്പോടെ അദ്ദേഹം തീവ്രവാദപ്പെട്ടില്ലാവും. ഇനിയിപ്പോ ഇതിനകത്ത് വിസ്മയ മോഹൻലാൽ രക്ഷപ്പെട്ട ഒരു എലമെന്റ് ഉണ്ട്, എന്താറിയോ? വിസ്മയ എന്നുള്ള പേരുമുണ്ട് ലാലേട്ടന്റെ മകളായതുകൊണ്ട്. ഞാൻ ആലോചിക്കുകയാണ് ആ പെൺകുട്ടിയുടെ എങ്ങാനും പേര് ഇപ്പൊ മലയാളത്തിൽ ഏതെങ്കിലും ഒരു സിനിമ നടൻ അദ്ദേഹത്തിന് യാതൊരു മതവുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന്റെ പേര് മുസ്ലിം പേരാന്ന് വിചാരിക്കുക. ഞാൻ എരവാദം പറയണേ അങ്ങനെ തന്നെ. വിസ്മയ എന്നുള്ള സ്ഥാനത്ത് സുമയ്യ ആയിരുന്നെങ്കിൽ ആ പ്രശസ്ത നടനോട് പറയുന്ന വർത്താനം, ഡാ മോനെടാ നീ ഒരു പാകിസ്ഥാനിലേക്ക് മോക്കൊരു ടിക്കറ്റ് എടുത്തോട്, നിങ്ങളുടെ തറവാട്ടുകാരെല്ലാം അവിടെ ഉണ്ടെന്ന് പറയില്ലേ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? വിസ്മയുടെ സ്ഥാനത്ത് സുമയ്യ ആയിരുന്നെങ്കിൽ ടിക്കറ്റ് പാകിസ്ഥാനിലേക്ക് എടുക്കാൻ പറയും. പക്ഷെ ഇവിടെ വിസ്മയ രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാ? വിസ്മയ എന്നുള്ള പേരും ലാലേട്ടൻ അവരുടെ അച്ഛനായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതായിരുന്നാലും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഇത്രയധികം അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് നിലപാട് പറയാൻ കഴിയുന്നില്ല. നമ്മുടെ യുവസമൂഹത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു രാഷ്ട്രപതി നമുക്കുണ്ടായിരുന്നു, അറിയാവോ? APJ അബ്ദുൽ കലാം. നമ്മുടെ യുവസമൂഹത്തെ കിനാവ് കാണാൻ പഠിപ്പിച്ച ആ സമൂഹത്തെ വർത്തമാന കാലഘട്ടത്തിൽ അടിച്ച് തലപൊളിച്ച് രക്തം ചിന്തുമ്പം നമ്മൾ ഈ രാജ്യത്തെ ഏത് വ്യവസ്ഥയിലാണ് വിശ്വസിക്കേണ്ടത്? ഇവിടുത്തെ ഭരണഘടനയും ഇവിടുത്തെ നിയമവാഴ്ചയൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകില്ലേ? ഏതായിരുന്നാലും വിസ്മയ മോഹൻലാൽ, ഇപ്പൊ നിങ്ങൾ തെറി കേട്ടാലും ആക്ഷേപം കേട്ടാലും നാളെ നിങ്ങളുടെ സമൂഹം ഓർക്കും ഈ നിലപാടിന്റെ പേരിൽ. ജയ് ഹിന്ദ്. അൻസാരി ഉസ്താദ് പറഞ്ഞതുണ്ടല്ലോ വളരെ കറക്റ്റ് ആണ്. വിസ്മയ മോഹൻലാൽ ആയതുകൊണ്ട് സംഖ്യയിലുണ്ടല്ല അവരെ തെറി മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് സമരത്തെ സപ്പോർട്ട് ചെയ്ത നെസ്ലിനോടും നമ്മൾ ആഷിറിനോടൊക്കെ ഉണ്ടല്ല നിങ്ങളൊക്കെ നേരെ പാകിസ്ഥാനിലേക്ക് വിട്ടെന്നാണ് സംഖ്യകൾ പറഞ്ഞത്. നമ്മളെ നല്ല സംഖ്യകളെ പോലത്തെ മന്ദബുദ്ധികളുണ്ടല്ല ലോകത്ത് വേറെ ആരുമില്ല. എന്തായാലും നമുക്ക് ബോധവും ഇല്ലാത്ത സംഖ്യയുടെ ഗണത്തിൽപ്പെട്ട നമ്മുടെ മേശ്വരിയില്ലേ രവിമേശ്വരി എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് വന്നാലോ? പക്ഷെ ഇത് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഇതിന് നിങ്ങൾ എന്നെ തെരുവിളിക്കുക എന്തുവേണം ചെയ്തു. ഈ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത് നീറ്റിന്റെ പ്രശ്നത്തിൽ. ഈ നീറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നും നല്ല ഈ ചോദ്യപേപ്പർ ചോരുന്നല്ല ഉണ്ടായിരിക്കണം. ഇത് നോക്കൂ, നമ്മളെ രവിമേശ്വരി തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് എന്നെ ഇത് കേട്ടിട്ട് എല്ലാവരും തെറി വിളിക്കുന്നു. അപ്പൊ നമ്മളെ രവിമേശ്വരിക്ക് തന്നെ അറിയാം പറയാൻ പോകുന്നത് പൊട്ടത്തരാണെന്നും ആൾക്കാർ തെറി വിളിക്കുന്നു. മേശ്വരി നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ല മുന്നേയും ചോദ്യപേപ്പർ ചോർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വയറ്റുന്ന് പോകുന്ന പോലെ സുറുസുറാന്നുണ്ടല്ല ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുമാത്രമാണോ അതിന് കാരണക്കാരനായ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ സമരത്തിന് നേരിട്ടില്ല ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടല്ല ഇതുപോലത്തെ ഒരു അക്രമം ഉണ്ടായിട്ടില്ല. അതായത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളുണ്ടല്ല ചരിത്രത്തിൽ ഒരു പോലീസും ഉണ്ടല്ല ഇതുപോലെ ആക്രമിച്ചിട്ടില്ല. അങ്ങനെ വിദ്യാർത്ഥികളെ ആക്രമിച്ചത് കൊണ്ടാണ് രവിമേശ്വരി എല്ലാവരും ഉണ്ടല്ല ഇന്ത്യയിലെ ബുദ്ധിവീരുള്ള എല്ലാവരും ഉണ്ടല്ല ആ വിദ്യാർത്ഥികൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് മേശ്വരി ഉണ്ടല്ല ഇങ്ങനെ തെറി കേൾപ്പിക്കുന്ന വിഡിത്തേറ്റ് വരില്ലട്ടാ. നമുക്ക് എന്തായാലും ഇനി മേശ്വരിയുടെ അടുത്ത വൻ പൊട്ടത്തരം കൂടി കിട്ടി വരാം.
മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമിനേഷൻ പേപ്പർ ലീക്കായി കഴിഞ്ഞാൽ അതിന്റെ പിറകില് മോദി ഗവൺമെന്റിനെ താഴ്ത്തൽ. ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്താണ്? അതുകൊണ്ട് നിങ്ങൾ ആദ്യം കേൾക്കും, എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് സംസാരിക്കാം. നീറ്റിന്റെ എക്സാമിനേഷന് വേണ്ടി പോയിരിക്കുന്ന ഇത്രയും ഉള്ള കുട്ടികളിൽ നോട്ട് ഈവൻ 0.1% നീറ്റ് എഴുതിയവരോ എഴുതാൻ പോകുന്നവരോ ആയിട്ടുള്ളവർ അവിടെ ഇല്ല. ഈ ചങ്ങായി വെറുതെ അല്ലാട്ട് ആൾക്കാരുടെ വായിന്ന് പുളിച്ച തെറി വെക്കുന്നത്. ഈ ചങ്ങായി ഉണ്ടല്ല നീറ്റ് പരീക്ഷ ബാധിച്ച ഒരൊറ്റ വിദ്യാർത്ഥികളാ ആ സമരത്തിൽ കണ്ടില്ല പോലും. എന്റെ മേസ്ത്രി, നിങ്ങൾ സ്ഥിരമായിട്ടുണ്ടല്ല ഈ വിസർജനം ടി വി ഉണ്ടല്ല, വിസർജനം ടി വി കാണുന്നോണ്ടാണ് അത് കാണാതെ പോയത്. വിസർജനം ടി വി ഉണ്ടല്ല മനുഷ്യന്മാരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടല്ല അവര് കാണിക്കേയില്ല. ഇനി ഞാൻ രവി മേസ്ത്രിക്കണ്ടല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ സമരത്തിലുണ്ടല്ല നീറ്റ് പരീക്ഷ ബാധിച്ച വിദ്യാർത്ഥികൾ മാത്രമല്ല, ആ നീറ്റ് പരീക്ഷ റദ്ദാക്കിയത് മൂലം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളിലെ ആ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പോലും ഉണ്ടല്ല പങ്കെടുത്തിട്ടുണ്ട്. ആ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആർക്കാണ് അവകാശമുള്ളത്? എന്റെ മേശ്രിയെ. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ മുന്നിലും പിന്നിലുണ്ടല്ല വിദ്യാർത്ഥികളുണ്ടാവും, സാധാരണക്കാരുണ്ടാവും, മനുഷ്യത്തുള്ള എല്ലാ മനുഷ്യരും ഉണ്ടാവും. പക്ഷെ നിങ്ങളെ പോലെ ഉണ്ടല്ല തലയിലും മനസ്സിലും ചാണകം കൊണ്ടു നടക്കുന്ന ടീം ഉണ്ടല്ല, ആ ടീം അവിടെ ഒന്നും ഉണ്ടാവില്ല. മേശ്രി പറയുന്ന പോലെയാണെങ്കിൽ മേശ്രിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടില്ല, മേശ്രിയുടെ ഭാര്യയും കുട്ടികളുണ്ടല്ല അവര് മാത്രമേ ഉണ്ടാവും. പക്ഷെ നമുക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടില്ല നമ്മളെ നാട്ടുകാർ മൊത്തം ഉണ്ടല്ല നമ്മളെ കൂടെ നിൽക്കും. അതാണ് മേശ്രിയെ ഒരു സംഘിയും ഒരു മനുഷ്യൻ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. നമുക്കെന്തായാലും രവി മേശ്രിയുടെ അടുത്ത മൊണ്ണത്തരം കൂടി ഒന്ന് കിട്ടിട്ട് വന്നാലോ? അപ്പോ ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇവിടെയാണ് നമ്മൾ നാഷണലിസ്റ്റിക് വേ ഓഫ് തിങ്കിങ് തുടങ്ങിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് സോറോസിന്റെ ഫണ്ടിങ്. ഈ സോറോസ് എന്ന് പറയുന്ന വ്യക്തി ഏതാണ്? 40 ചെറിയ രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കിയ വ്യക്തിയാണ്. നമുക്ക് അറിയപ്പെടുന്ന ഇല്ലാതാക്കിയിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള നേപ്പാൾ പ്രക്ഷോഭം കൊണ്ടിറക്കി ഇതുപോലെ, അതുപോലെ ബംഗ്ലാദേശിൽ, അത് കഴിഞ്ഞ് ശ്രീലങ്കയിൽ. Can I tell you the fact? It is a foreign funded പ്രക്ഷോഭം ഇവിടെ നടക്കുന്നത്. ഇപ്പോഴത്തെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? നീറ്റിനാണെങ്കിൽ പ്രധാന റിസൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ പറയുന്നത്. ഇവിടെ മോദിക്കോ ഹട്ടാവോ. എന്റെ രവി മേസ്ത്രി, ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കിയ വിദ്യാഭ്യാസ മന്ത്രിയും ആ വിദ്യാഭ്യാസ മന്ത്രിയെ സംരക്ഷിക്കുന്ന പ്രധാനമന്ത്രിയില്ലേ, ആ പ്രധാനമന്ത്രി അല്ലാതെ ജപ്പാന്റെ പ്രധാനമന്ത്രി രാജിവെക്കാൻ വേണ്ടിയാണോ പിന്നെ വിദ്യാർത്ഥികൾ സമരം ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് എന്താണ് രവി മേസ്ത്രി? നിങ്ങളുള്ള സംഖ്യകളെക്കാൾ ചാണക സംഖ്യകളെ കണ്ടില്ല മണ്ടനാണ്, മരമണ്ടൻ. പിന്നെ നമ്മളെ രവി മേസ്ത്രി ഉണ്ടല്ല സ്ഥിരമായിട്ട് വിസർജനവും കർമ്മിയലും ഉണ്ടല്ല അതൊക്കെ കാണുന്നതിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വിദ്യാർത്ഥികളുടെ സമരത്തിലേക്കുള്ള വിദേശ ഫണ്ട് വരുന്നല്ലോ അങ്ങ് തട്ടിവിടുന്നത്. രവി മേസ്ത്രിക്കുണ്ടല്ല പറ്റുമെങ്കിലല്ല ആ വിദ്യാർത്ഥികളുടെ സമരപന്തലുണ്ടല്ല അവിടെ ഒന്ന് പോയി നോക്കണം കേട്ടോ. അവിടെ ഉണ്ടല്ലോ അവർക്ക് കഴിക്കാൻ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളുണ്ടല്ല അതുണ്ടല്ല ഇന്ത്യയിലെ പല സ്ഥലത്തുള്ള സാധാരണക്കാരുണ്ടല്ല അവരയച്ചു കൊടുത്ത ഭക്ഷണമാണ്, അവരുടെ സ്നേഹമാണ് രവി മേസ്ത്രി. നിങ്ങൾ അവിടെ പോയാൽ കാണാൻ പറ്റുക. അതായത് വിദ്യാർത്ഥികളുള്ള മാതാപിതാക്കളുണ്ടല്ല അവരുണ്ടല്ല ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയച്ചു കൊടുത്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ് നിങ്ങൾ അവിടെ കാണാൻ പറ്റുക. അങ്ങനെ ഭക്ഷണം അയച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ടല്ല അവർക്കറിയാം ഇന്നുണ്ടല്ല ഈ കുട്ടികളുടെ കൂടെ നിന്നില്ലെങ്കിൽ നാളെ അവരുടെ കുട്ടിക്കുണ്ടല്ല എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരാളും ഉണ്ടാവില്ല എന്ന്. അതായത് ഇന്ന് ഈ വിദ്യാർത്ഥികളുടെ സമരം പരാജയപ്പെട്ടെങ്കിൽ ആ സമരം ഉണ്ടല്ല അവരുടെ കുട്ടികളെ അവരെ ബാധിക്കുന്നത് ആ മാതാപിതാക്കൾ അറിയാം. പക്ഷെ അതൊക്കെ ഉണ്ടല്ലോ രവി മേശ്രിയെ പോലെ ചാണകക്കൂടിന് വേണ്ടിയിട്ടില്ല നാണവും മാനവും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന ടീംസ് ഉണ്ടല്ല അവർക്ക് മനസ്സിലാവൂല. അതുകൊണ്ട് രവി മേശ്രി ഉണ്ടല്ല നിങ്ങളുടെ മേജറാന്നും പറഞ്ഞിട്ടില്ല പട്ടാളക്കാർ അവമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് രവി മേശ്രി വന്നിട്ട് അഭിപ്രായം പറയുമ്പോഴല്ല ഒരു ചാണക സംഖ്യ സിനിമാ സംവിധായകൻ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി കേട്ടാ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പറയാൻ പോകുന്നത് പൊട്ടത്തരായിരിക്കും എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ തൽക്കാലം ഞാൻ നിർത്തുന്നു. എന്തായാലും സംഖ്യക്ക് വേണ്ടി കൂലിപ്പണി എടുക്കാൻ വന്ന രവി മേശ്രിക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.